കോഡിങ്ങിലേക്ക് ഇറങ്ങി എന്തായാലും കുളിച്ച് കയറാന്നില്ല ഒരിതായി അത് ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിലേക്ക് എത്തി. ഇതൊരു സജ്ജാദ് അബ്ദുള്ള. ഞാൻ ഇപ്പോൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത് പെയിൻടെക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു ERP സോഫ്റ്റ്വെയർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ഞാൻ ഈ BA ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു കോഴ്സിലേക്ക് എത്തിയത്. അപ്കോഡിൽ ഫുൾ സ്റ്റാക്ക് റിയാക്ട് പ്ലസ് പൈത്തൺ എടുത്തത്. ഞാൻ 3 മന്ത്സ് കൊണ്ട് റിയാക്ട് ഫ്രണ്ട് എൻഡ് കംപ്ലീറ്റ് ആക്കി, ബാക്കിയുള്ള സമയം കൊണ്ട് ബാക്ക് എൻഡ് കംപ്ലീറ്റ് ആക്കി. അതുപോലെ 1 മന്ത്സ് ലൈവ് പ്രോജക്റ്റും ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ആക്കി ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറായി. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നോക്കി 2 ഇൻ്റർവ്യൂ ഫെയിലായി. 3ാമത്തെ ഇൻ്റർവ്യൂവിലാണ് എനിക്ക് പെയിൻടെക് സൊല്യൂഷനിൽ കിട്ടിയത്. ഒരു വെബ്സൈറ്റ് മേക്ക് ചെയ്യുക എന്നുള്ളൊരു അങ്ങനെ കുറേ കണ്ടത് ക്യൂരിയോസിറ്റി ആയി. പിന്നെ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാന്നുള്ളതായി. കോഡിങ്ങിലേക്ക് ഇറങ്ങി എന്തായാലും കുളിച്ച് കയറാന്നില്ല ഒരിതായി. അത് ലാസ്റ്റ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിലേക്ക് എത്തി. അങ്ങനെ ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ റിയാക്റ്റും പൈത്തണുമാണ്. പക്ഷേ നമ്മളൊരിക്കലും ആ ഒരു ലാംഗ്വേജ് നിൽക്കാൻ പോകുന്നില്ല അത് പഠിച്ച് ചെയ്യുമ്പോഴത്തേക്ക്. ഇപ്പം PHP പഠിച്ച്, അതുപോലെ ഷോപ്പിഫൈ, അങ്ങനെ കുറേ ലാംഗ്വേജുകളിലേക്ക് എത്തി. സ്പെഷ്യലായിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ്, കൂടുതൽ മെൻറ്റേഴ്സ് നല്ല സപ്പോർട്ടായിരുന്നു. അത് ഓരോ ടോപ്പിക്കും സ്കിൽ ബേസ്ഡ് പഠിപ്പിച്ചതിന് ശേഷം അതിനൊരു കൃത്യമായ ഒരു ടാസ്ക് വരും. ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് അവിടെ നിന്ന് വരും. മെയിനായിട്ട് ഓഫ്ലൈനിൽ പറയുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുക ചെയ്യുക, അതിനുള്ള മെയിനായിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും മാം തരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് അതായിരുന്നു അപ്പോൾ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട്. അതുപോലെ ഡെയിലി സ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ആൾക്കാരെ ഡിപ്പെൻഡൻസി ഇരിക്കും. കാരണം ഞാനൊരു IT ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ 5 to 5 അധികമായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അത് മെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അപ്കോഡിൽ ഒരു ക്ലാസ് 1 hours ഏറ്റവും കുറഞ്ഞത്. അത് മെൻറ്റേഴ്സ് ലൈവായിട്ട് ക്ലാസ് എടുത്ത് കഴിഞ്ഞത്. അതിനുശേഷം അത് വർക്ക് ചെയ്തതിന് 2 hours 3 hours എന്തായാലും എടുക്കും. കുറച്ച് കഷ്ടപ്പെട്ടിരുന്നു ഫസ്റ്റിലെ. പിന്നെ അത് ട്രാക്ക് കയറി സെറ്റായി. പിന്നെ സാധാരണ വീട്ടിൽ പോയിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് ചെയ്ത് നോക്കും. ഒരു 5 hours മുകളിൽ എന്തായാലും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്കോഡിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് ഡെയിലി ക്ലാസ്സൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതായത് ലൈവായിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് തരും, അത് ലൈവായിട്ട് തന്നെ ചെയ്ത് തീർക്കണം. പിന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ 3 ഇൻ്റർവ്യൂസാണ് അറ്റൻഡ് ചെയ്തത്. 3ാമത്തേതാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അതിൽ മെയിനായിട്ട് അവിടെ വന്നിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഒരു സോഫ്റ്റ്വെയർ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, e-commerce ഒക്കെ. അപ്പോൾ അപ്കോഡിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കൊണ്ട് തന്നെ അങ്ങനെ വലിയ പേടിയോ കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. AI ടൂൾസ് പഠിച്ചു, പക്ഷേ AI ടൂൾസ് യൂസ് ചെയ്യുന്നത് അത്ര ഇതല്ല. ഒരു പഠിക്കുന്നതിന് ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് കറക്റ്റ് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് റിയാക്ട് Next.js വരെ ഞാൻ AI യൂസ് ചെയ്തില്ല. അതറിയാം, പക്ഷേ യൂസ് ചെയ്തില്ല. കാരണം മെൻറ്റർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായി അത് യൂസ് ചെയ്യണ്ട. പക്ഷേ അതിനുശേഷം യൂസ് ചെയ്ത് അത് AI ChatGPT ആയാലും ജെമിനി ഉണ്ട്, ക്ലോഡ് ഉണ്ട്, അങ്ങനെ കുറേ എല്ലാം യൂസ് ചെയ്ത് ഇപ്പോൾ ആൻറ്റി ഗ്രാവിറ്റി അങ്ങനെ കുറേ ഉണ്ടല്ലോ, ഇപ്പോൾ അതിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബേസ് സെറ്റാക്കിന് ശേഷം AI പോയി. അത് ഏറ്റവും ബെറ്റർ. കാരണം ഫസ്റ്റ് AI പോയാൽ ബേസ് ഒന്നും ഉണ്ടാവില്ല. ഹൈപ്രോജക്ട്സ് ലാസ്റ്റ് 1 month ഉണ്ടായിരുന്നത്. അതായത് ഒരു CRM ഡെവലപ്പ് ചെയ്യാനുണ്ടായിരുന്നത്. അതിൻ്റെ എന്ന് പറയുന്നത് റിയൽ വേൾഡ് പ്രൊജക്ടർ, നമുക്ക് കീബോർഡിൻ്റെ റിയൽ വേൾഡ് പ്രൊജക്ടർ ഉണ്ടാവും ലൈവ് പ്രൊജക്റ്റിൽ. അതൊരു രാവിലെ 11 മുതൽ 3 വരെയാണ് അതിൻ്റെ ടൈം. ലൈവിലിരിക്കുക. അപ്പോൾ നമുക്കൊരു പ്രൊജക്റ്റ് തരും, നമ്മൾ ലീഡ് ചെയ്യും. ഞാൻ പ്രൊജക്ട് ലീഡറായിട്ട് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 1 month കൊണ്ട് കംപ്ലീറ്റ് ആക്കാനും പറ്റി, സബ്മിറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ റിയൽ വേൾഡ് പ്രൊജക്റ്റ് തന്നെയാണ്. ഒരു കമ്പനിയിൽ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ എന്തായാലും നമുക്ക് ഇവിടുന്ന് കിട്ടും. കോഡിൻ്റെത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് മെൻറ്റർ കുറച്ച് ടോപ്പിക്സ് തരും. അതായത് അപ്കോഡിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇന്നത് കണ്ടിട്ട് പോകണം എന്ന് പറഞ്ഞാൽ മാം വരുത്തും. അതൊരു 5 സ്കില്ലായിരിക്കും തരത്ത്, 5 ടോപ്പിക്ക്. അപ്പോൾ അത് കണ്ട് ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് നമ്മൾ അപ്കോഡിലേക്ക് ലൈവ് ക്ലാസ്സിന് പോകുമ്പോൾ തന്നെ മാം വീണ്ടും അതൊന്നും കൂടി എടുക്കുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് അത് മനസ്സിലാവും. അതൊരു വലിയ ഉപകാരമായിരുന്നു ഇത് റെക്കോർഡ് ക്ലാസ്. പിന്നെ അതുപോലെ ടൈമെല്ലാം നോക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കാണാം നമുക്കത്.